ഹായ് ഗായ്സ്, എൻ്റെ ന്യൂ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസ് മേക്കിംഗ് ഉണ്ടല്ലോ, ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് വരുന്ന 3 ഘടകങ്ങളാണ് ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ഒരു ഫോർമാറ്റിൽ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് ആകെ കൊളായി പോവേ. നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാവേ. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സബ്ജക്റ്റ്. മലയാളത്തിൽ നമ്മൾ ഇതിന് കർത്താവ് എന്നാണ് പറയുക. ഈ കർത്താവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതായത് നമ്മുടെ ഒരു സെൻറ്റൻസിനകത്ത് എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം കേട്ടോ. വി ആർ റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയാണ്. അതായത് ഇതിനകത്ത് സബ്ജക്റ്റ് വരുന്നത് വി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റായിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഐ ആം റൈറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുതുകയാണ്, അതിൽ ഞാനായിരിക്കും സബ്ജക്റ്റായിട്ട് വരാം. വേറൊരു എക്സാമ്പിൾ നോക്കാവേ. രാമു ഈസ് റൈറ്റിംഗ്, രാമു എഴുതുകയാണ്. ഇതിനകത്ത് ആരാണ് സബ്ജക്റ്റായിട്ട് വരാം? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ഇതിനകത്ത്? രാമു ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാ സബ്ജക്റ്റ്? രാമു ആണ് സബ്ജക്റ്റ്. നമുക്ക് സബ്ജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കണ്ടോ, ഇതിൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇതൊക്കെ സബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾസാണ്. അടുത്തതാണ് വെർബ്. മലയാളത്തിൽ ഇതിന് ക്രിയ എന്നാണ് പറയുന്നത്. നമുക്ക് വെർബിൻ്റെ വേറെ എക്സാമ്പിൾസ് നോക്കാം. രാമു ഈസ് റൈറ്റിംഗ്, ഇതിനകത്ത് സബ്ജക്റ്റ് രാമു. രാമു എന്താണ് ചെയ്യുന്നത്? അതാണ് വെർബായിട്ട് വരാം. റൈറ്റിംഗ് ആണ് ഇതിനകത്ത് വെർബായിട്ട് വരാം. വേറെ എക്സാമ്പിൾ ഷീ ഈസ് റൈറ്റിംഗ്. ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ പോവുകയാണ്. ആ പോവുകയാണ് എന്നുള്ളതാണ് വെർബായിട്ട് വരാം. ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണ്. ഇതിൽ ഉറങ്ങുക എന്നുള്ളതാണ് വെർബായിട്ട് വരിക. അടുത്തതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് കർമ്മം എന്നാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻറ്റൻസിനകത്ത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ബാധിക്കുന്നത് എന്തിനെയാണോ അതാണ് ആ വാചകത്തിലെ കർമ്മം എന്ന് പറയുന്നത്. നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ദേ ആർ ഈറ്റിംഗ് ബിരിയാണി, അവർ ബിരിയാണി കഴിക്കുകയാണ്. ഇതിനകത്ത് ദേ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ഈറ്റിംഗ് എന്ന് പറയുന്നതാണ് വെർബ്. ഈ ഈറ്റിംഗ് എന്ന പ്രവൃത്തി ബാധിക്കുന്നത് ബിരിയാണീനെയാണ്. ആ ബിരിയാണി എന്ന് പറയുന്നതാണ് ഇതിൽ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് എക്സാമ്പിളാണ് ഷീ റീഡ്സ് ബുക്ക്, അവൾ ബുക്ക് വായിക്കുന്നു. ഇതിൽ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റീഡ്സ് എന്ന് പറയുന്നത് ആക്ഷൻ, അതായത് വെർബ്. റീഡ് എന്ന പ്രവൃത്തി ബാധിക്കുന്നത് എന്തിലാണ്? ബുക്ക്. സോ ബുക്കാണ് ഇതിൽ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ഹീ കിക്ക്ഡ് ദ ബോൾ, അവൻ പന്ത് തട്ടി. ഇതിൽ സബ്ജക്റ്റ് വരുന്നതാണ് ഹീ, പ്രവൃത്തി അതായത് വെർബ് വരുന്നതാണ് കിക്ക്ഡ്. ആ പ്രവൃത്തിയിൽ ബാധിക്കുന്നത് എന്തിനാണോ? ബോളാണ് ഇതിൽ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഞാൻ മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். ബൈ.